ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 മെയ് 11 തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിന്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. 18ാം ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എത്ര ഘട്ടങ്ങളിലായാണ്? ഉത്തരം 7. 2024 ഏപ്രിൽ 19 മുതൽ ജൂൺ 1 വരെയാണ് തിരഞ്ഞെടുപ്പ്. ജൂൺ 4-നാണ് ഫലപ്രഖ്യാപനം. 543 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആകെ വോട്ടർമാർ 96.8 കോടി. അരുണാചൽ പ്രദേശ്, സിക്കിം, ആന്ധ്രാപ്രദേശ്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളും 13 സംസ്ഥാനങ്ങളിലായി 26 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപരിതിരഞ്ഞെടുപ്പും ഇതോടൊപ്പം നടക്കും. ആരുടെ ആത്മകഥയാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി? ഉത്തരം ഫ്രാൻസിസ് മാർപ്പാപ്പ. 8 പതിറ്റാണ്ടുകളിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ആത്മകഥ പ്രസിദ്ധീകരിച്ചത് ഹാർപ്പർ കോളിൻസ്. ഇറ്റാലിയൻ പത്രപ്രവർത്തകൻ ഫാബിയോ മാർഷെ റഗോണയാണ് 240 പേജുകളുള്ള പുസ്തകം തയ്യാറാക്കിയത്. കത്തോലിക്ക സഭയുടെ 266-മത്തതും നിലവിലുള്ളതുമായ പോപ്പാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. കേരളത്തിലെ ഏത് ക്ഷേത്രത്തിലാണ് അടുത്തിടെ റോബർട്ട് ആനയെ നടയിരുത്തിയത്? ഉത്തരം കാലടി മറ്റൂർ തൃക്കൈൽ മഹാദേവ ക്ഷേത്രം. ഡൽഹി ആസ്ഥാനമായുള്ള മൃഗസംരക്ഷണ സംഘടനയായ പെറ്റ ഇന്ത്യയാണ് യന്ത്ര ആനയെ നിർമ്മിച്ച് ക്ഷേത്രത്തിന് കൈമാറിയത്. തൃക്കൈൽ മഹാദേവൻ എന്നാണ് ആനയ്ക്ക് നൽകിയിട്ടുള്ള പേര്. 800 കിലോഗ്രാം തൂക്കവും 10 അടി ഉയരവുമുണ്ട്. നിർമ്മാണ ചെലവ് 7 ലക്ഷം രൂപ. സംസ്ഥാനത്ത് ആദ്യമായി ക്ഷേത്ര ചടങ്ങുകൾക്കായി ഇത്തരത്തിലുള്ള ആനയെ ഉപയോഗപ്പെടുത്തിയത് തൃശൂരിലെ ഇരിനാടിപ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ്. പ്രസാർ ഭാരതി ബോർഡ് അധ്യക്ഷനായി നിയമിതനായത്? ഉത്തരം നവ്നീത് കുമാർ സേഗൾ. വിരമിച്ച IAS ഉദ്യോഗസ്ഥനാണ്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെയാണ് നിയമന കാലാവധി. അടുത്തിടെ അന്തരിച്ച ശാസ്ത്രജ്ഞൻ ഫ്രാൻസ് ഡി വോൾ ഏത് നിലയിലാണ് ശ്രദ്ധേയനായത്? ഉത്തരം മനുഷ്യരും കുരങ്ങുകളും ഉൾപ്പെടുന്ന പ്രൈമേറ്റുകളെക്കുറിച്ചുള്ള കണ്ടെത്തലുകളിലൂടെ. അനുരത്നം, സഹാനുഭൂതി, സഹകരണം തുടങ്ങി മനുഷ്യർ കാട്ടുന്ന പല സദ്ഗുണങ്ങളുടെയും വേരുകൾ വാനര പൂർവികരിലാണെന്ന് കണ്ടെത്തലാണ് കൂട്ടത്തിൽ പ്രധാനം. ലോകത്തെ സ്വാധീനിച്ച 100 വ്യക്തികളിൽ ഒരാളായി ടൈം വാരിക 2007 അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരുന്നു. നെതർലൻഡ്സ് ആണ് ഡി വാളിന്റെ ജന്മരാജ്യം. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ പുതിയ CEO? ഉത്തരം ശ്രീകുമാർ K. നായർ. രാജ്യത്ത് ഏതെങ്കിലും ഒരിടത്ത് കുറ്റകൃത്യം ചെയ്തതിനു ശേഷം മറുനാട്ടിലേക്ക് കടക്കുന്നവരെ പിടികൂടാൻ ഏത് സംവിധാനമാണ് കേന്ദ്ര സർക്കാർ അടുത്തിടെ വിപുലമാക്കിയത്? ഉത്തരം നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർപ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം. രാജ്യത്ത് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട 93 ലക്ഷം ആളുകളുടെ വിവരങ്ങളാണ് നഫീസ് എന്ന കേന്ദ്രീകൃത സംവിധാനങ്ങളിലുള്ളത്. ഈ വിവരങ്ങൾ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും അന്വേഷണ ഏജൻസികൾക്ക് ഏത് സമയത്തും ലഭ്യമാണ്. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര്? ഉത്തരം നാനാ ജഗന്നാഥ് ശങ്കർ സേത് സ്റ്റേഷൻ. ഇതുൾപ്പെടെ മുംബൈയിലെ 8 സ്റ്റേഷനുകളുടെ പേരുകളാണ് മഹാരാഷ്ട്ര സർക്കാർ അടുത്തിടെ മാറ്റിയത്. 2024 രണ്ടാമത് വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം സ്വന്തമാക്കിയത്? ഉത്തരം റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ. ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസിനെയാണ് സ്മൃതി മന്ദാന ക്യാപ്റ്റനായ ടീം തോൽപ്പിച്ചത്. ഐക്യരാഷ്ട്രസഭയുടെ സഹകരണത്തോടെ തയ്യാറാക്കിയ 2024 ലോക സന്തുഷ്ടി റിപ്പോർട്ടിൽ തുടർച്ചയായി 7-ാം തവണയും 1-ാം സ്ഥാനത്തുള്ള രാജ്യം.
ഉത്തരം ഫിൻലൻഡ്. നോർഡിക് രാജ്യങ്ങളായ ഡെൻമാർക്ക്, ഐസ്ലൻഡ്, സ്വീഡൻ എന്നിവയാണ് ഫിൻലൻഡിന് പിന്നിൽ. ഇസ്രയേലാണ് 5-ാം സ്ഥാനത്ത്. 143 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 126-ാം സ്ഥാനത്താണ്. അഫ്ഗാനിസ്ഥാനാണ് ഏറ്റവും പിന്നിൽ. മാർച്ച് 20-നാണ് ലോക സന്തോഷ ദിനം ആഘോഷിക്കുന്നത്. 2024-ലെ ദിനാചരണ വിഷയം റീകണക്റ്റിംഗ് ഫോർ ഹാപ്പിനെസ്, ബിൽഡിംഗ് റെസിലിയന്റ് കമ്മ്യൂണിറ്റീസ് എന്നതാണ്. ലോക വനദിനം എന്നാണ്? ഉത്തരം മാർച്ച് 21. ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു അടുത്തിടെ രാജിവെച്ച ലിയോ വരദ്കർ? ഉത്തരം അയർലൻഡ്. ഇന്ത്യൻ വംശജനും അയർലൻഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയും സ്വവർഗാനുരാഗിയായ ആദ്യ പ്രധാനമന്ത്രിയുമാണ് വരദ്കർ. സൈമൺ ഹാരിസ് ആണ് പുതിയ പ്രധാനമന്ത്രി. രാജ്യത്തിന്റെ ദയനീയമായ സാമ്പത്തിക സ്ഥിതി കണക്കിലെടുത്ത് ഏത് രാജ്യത്തെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ക്യാബിനറ്റ് മന്ത്രിമാരുമാണ് തങ്ങളുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും വേണ്ടെന്ന് വെച്ചത്? ഉത്തരം പാകിസ്ഥാൻ. ഏഷ്യയിലെ ഏറ്റവും വലിയ ടൂലിപ്പ് തോട്ടം എവിടെയാണ് തുറന്നത്? ഉത്തരം ശ്രീനഗർ. ദാൽ തടാകത്തിന് സമീപം ഒരുക്കിയ തോട്ടത്തിന് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ പേരാണ് നൽകിയിട്ടുള്ളത്. ലോക ജലദിനം എന്നാണ്? ഉത്തരം മാർച്ച് 22. 2024-ലെ ഭൗമ മണിക്കൂർ ആചരണം നടന്നതെന്നാണ്? ഉത്തരം മാർച്ച് 23-ന്. രാത്രി 8:30 മുതൽ 9:30 വരെ അനിവാര്യമല്ലാത്ത വൈദ്യുതി വിളക്കുകൾ അണച്ചുകൊണ്ടാണ് ഭൗമ മണിക്കൂർ ആചരിച്ചത്. വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് ഫോർ നേച്ചറിന്റെ ആഹ്വാനപ്രകാരം എല്ലാ വർഷവും മാർച്ചിലെ അവസാനത്തെ ശനിയാഴ്ചയാണ് 1 മണിക്കൂർ വൈദ്യുതി വിളക്കുകൾ അണയ്ക്കുന്നത്. വിശുദ്ധ ശനിയാഴ്ച വരുന്ന വർഷങ്ങളിൽ ഭൗമ മണിക്കൂർ ഒരാഴ്ച മുമ്പാണ് ആചരിക്കുന്നത്. പുരസ്കാരങ്ങൾ ജേതാക്കൾ. മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ 2024-ലെ സംഗീത കലാനിധി പുരസ്കാരം കർണാടക സംഗീതജ്ഞൻ TM കൃഷ്ണയ്ക്ക് ലഭിച്ചു. മലയാളിയും മോഹിനിയാട്ട നർത്തകിയുമായ ഡോക്ടർ നീന പ്രസാദിനാണ് നൃത്യ കലാനിധി പുരസ്കാരം. മലയാളിയും മൃദംഗവാദകനുമായ പാറശാല രവി, ഗീത രാജ് എന്നിവർ സംഗീത കലാചാര്യ പുരസ്കാരം നേടി. 2023-ലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം പോൾ സക്രിയയ്ക്ക് ലഭിച്ചു. 3 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. എന്തുണ്ട് വിശേഷം പിലാത്തോസേ, ഭാസ്കര പട്ടേലരും എന്റെ ജീവിതവും, ഇതാണെന്റെ പേര് തുടങ്ങിയവ ലഘു നോവലുകളാണ്. എ സീക്രട്ട് ഹിസ്റ്ററി ഓഫ് കമ്പാഷൻ എന്ന ഇംഗ്ലീഷ് നോവലും രചിച്ചിട്ടുണ്ട്. ഒരു ആഫ്രിക്കൻ യാത്ര, അഗ്നിപർവ്വതങ്ങളുടെ താഴ്വരയിൽ, സഞ്ചാര പുസ്തകം തുടങ്ങിയവ യാത്രാ വിവരണങ്ങളാണ്. സാഹിത്യത്തിനുള്ള 2023-ലെ സരസ്വതി സമ്മാനം പ്രഭാവർമ്മയ്ക്ക് ലഭിച്ചു. രൗദ്രസാത്വികം എന്ന കാവ്യയ്ക്കാണ് 15 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. 1991 മുതൽ KK ബിർള ഫൗണ്ടേഷൻ നൽകുന്ന പുരസ്കാരം സമ്മാനത്തുകയുടെ കാര്യത്തിൽ രാജ്യത്തെ സാഹിത്യത്തിന് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനങ്ങളിൽ ഒന്നാണ്. ബാലാമണിയമ്മ, പ്രൊഫസർ അയ്യപ്പ പണിക്കർ, സുഗതകുമാരി എന്നിവരാണ് മുൻപ് ഈ പുരസ്കാരം നേടിയ മലയാളികൾ. സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ PK കാളൻ പുരസ്കാരം ചിമ്മാനക്കളി കലാകാരനും മാരി തെയ്യം പാട്ടുകാരനുമായ K കുമാരന് ലഭിച്ചു. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവുമാണ് പുരസ്കാരം. ഇതോടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ പോയിന്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ബാക്കിയുള്ള പോയിന്റ്സ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.